ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ആ ഗുണ്ടയെ വീണ്ടും വിട്ടിട്ടുണ്ട്. ആ കള്ളസ്വാമിയാണെങ്കിൽ ഇന്ന് അവിടെ മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തോ ഒരു വെള്ളം കൊണ്ടൊക്കെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് തെളിയിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്താവുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല അമ്മേ, എന്തായാലും എന്തെങ്കിലുമൊക്കെ ശരിയാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതൊക്കെ മുത്തശ്ശിയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ മുത്തശ്ശിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച പ്രതാപനാണെങ്കിൽ തൻ്റെ മോളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്നും അവൾക്ക് ഈ ഓണത്തിനെങ്കിലും സമാധാനമായി സന്തോഷമായി ഭർത്താവിൻ്റെ കൂടെ വന്ന് ആഹാരം കഴിക്കണമെന്നും അവളുടെ മുഖത്തുള്ള ആ പഴയ ചിരി എനിക്ക് തിരികെ കൊണ്ടുവരണമെന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഏടാ ശരിയാടാ, ഒരുപാട് നാളായി നമ്മുടെ മോള് ഒന്ന് ചിരിച്ച് കണ്ടിട്ട്. എത്ര നാളായി. പണ്ടൊക്കെ ആണെങ്കിൽ മഹാലക്ഷ്മി ആയിരുന്നു അവിടെ വെപ്പുകാരി. ഇപ്പോഴാണെങ്കിലോ മഹാലക്ഷ്മിയെ അവൾ രാജകുമാരിയെ പോലെ ജീവിക്കുന്നു. നമ്മുടെ മോളാണെങ്കിലോ ഒന്നുമില്ലാത്ത ആൾക്കാരെ പോലെ ജീവിക്കുന്നു. സന്തോഷം എന്താണെന്ന് പോലും നമ്മുടെ കുഞ്ഞ് അറിഞ്ഞിട്ടേ ഇല്ല. ഇത്രയും കാലത്തിന് ശേഷമാണെങ്കിൽ എല്ലാത്തിനും കാരണം ആ മഹാലക്ഷ്മിയുടെ സൗഭാഗ്യങ്ങളാണ്. അതാണ് നമുക്ക് നശിപ്പിക്കേണ്ട പ്രതാപമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അത് തന്നെ ചെയ്യാമേ. എന്തായാലും ഇന്ന് ആ ഗുണ്ട തിരിച്ചു വിളിക്കുമ്പോൾ എന്തായാലും നല്ലൊരു വാർത്ത തന്നെ കേൾക്കാൻ വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ വാതിൽ തുറന്ന് നോക്കുമ്പോൾ രേഖയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വാമിജിയാണ് കാണുന്നത്. സ്വാമിജി എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തോട്ട് കയറി വന്ന് രേഖ സ്നേഹത്തോടെ ക്ഷണിക്കുന്നുണ്ട്. അന്ന് വന്നപ്പോൾ കുഞ്ഞിനെ കാണാനും എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പെട്ടെന്നുള്ള ഒരു വരവ് തന്നെയായിരുന്നു. ആരോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കുഞ്ഞിനെ കണ്ട് ഒരു സമ്മാനമൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞെവിടെ? എന്തിനാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേഖയാണെങ്കിൽ കുഞ്ഞിനെ പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നീ അവളുടെ പെറ്റമ്മയും ഈ വരുന്നത് അവളുടെ പോറ്റമ്മയല്ലേ, നിനക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ രേഖയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേഖയുടെ മുഖം മാറുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്തായാലും പേടിക്കണ്ട, എൻ്റെ ആശ്രമത്തിലോട്ട് വന്നാൽ മതി. ചികിത്സ കൊണ്ട് ഭേദമാവാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആ കള്ളസ്വാമിജി സംസാരിക്കുന്നുണ്ട് രേഖയോടായിട്ടാണെങ്കിൽ. രേഖയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ സ്വാമിജിയെ വീട്ടിൽ വിളിച്ച് കയറ്റുകയും ചെയ്തു. അയാൾ പറഞ്ഞ പോലെ തന്നെ ആശ്രമം എവിടെയാണെന്നും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹിയോടും പറയുന്നുണ്ട്, നിനക്കും വേണ്ടേ ഒരു കുഞ്ഞൊക്കെ? അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അയ്യോ എനിക്കിപ്പോഴൊന്നും ഇനിയൊന്നും വേണ്ട, എന്തായാലും ഇപ്പം ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയല്ലോ, അതുപോലെ ഇനിയും ദൈവം എനിക്ക് തന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നല്ലൊരു സംഭാരം എനിക്ക് കുടിക്കാൻ തോന്നുന്നൊക്കെ ആ സ്വാമിജി രേഖയോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും രേഖയും മഹാലക്ഷ്മി അവിടെ നിന്ന് അകറ്റുക എന്നായിരുന്നു ആ സ്വാമിജിയുടെ വലിയൊരു കാര്യം തന്നെ. അപ്പോഴേക്കും ബാഗിൽ നിന്ന് സ്വാമിജി ആണെങ്കിൽ ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടിയിട്ട് ഒരു തുള്ളിമരുന്ന് പോലത്തെ സാധനം എടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ നിറകിലും എല്ലാ സ്ഥലത്തും ആ സ്വാമിജി ആണെങ്കിൽ ആ തുള്ളിമരുന്ന് പുരട്ടുന്നുണ്ട്. കുഞ്ഞിന് വായിലും കുടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ രേഖയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മഹിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്കെന്താ അറിയില്ല മഹി, അയാളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, എന്തോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ചില സമയത്ത് തോന്നും അയാളൊരു കള്ളനാണെന്ന്, ചില സമയത്ത് തോന്നും ഞാൻ പറയാറില്ലേ ആ അമ്മ അയാളെ വിട്ടയച്ചതാണെന്ന്. എന്താണെന്നൊന്നും അറിയില്ല. കുഞ്ഞിനെ ഉടനെ തന്നെ അയാളുടെ കയ്യിലോട്ട് കൊടുക്കണ്ടായിരുന്നു രേഖയെന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ മഹി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് എനിക്കറിയില്ല രേഖയെ എന്താണെന്ന്. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പോലെ എന്തോ ഒരു മോശം വരാൻ വേണ്ടി പോകുന്നത് പോലെ എനിക്കൊരു തോന്നൽ. കുഞ്ഞിനെ പോയി എടുത്തുകൊണ്ട് വന്നാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും രേഖ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ തോന്നലാണ്, അതൊന്നും അങ്ങനെ ആയിരിക്കില്ല, അയാൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സംഭാരമൊക്കെ കലക്കി നമ്മുടെ സ്വാമിജിക്ക് കൊണ്ടുവരുന്നുണ്ട്. രേഖയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് സ്വാമിജിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ. അപ്പോഴേക്കും സംഭാരം അയാൾ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്, ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണെന്നും കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണെന്നൊക്കെയാണ് അയാൾ വന്നപ്പോഴേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മിയോടും രേഖയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആശ്രമത്തിലോട്ട് വന്നാൽ മതി, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും. രേഖയോടായിട്ട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, എല്ലാ സഹായമായിട്ട് ഞാൻ കൂടെ തന്നെ കാണുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തോ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ മഹാലക്ഷ്മിക്ക് തോന്നി. എന്നാലും രേഖയാണെങ്കിൽ വലിയ തോന്നലുകളൊന്നുമില്ല. രേഖയാണെങ്കിൽ അയാളെ അന്ധമായി വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രേഖ അയാൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്.
ആണെങ്കിൽ രേഖയോട് മനസ്സിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിന് ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ്, എന്തായാലും എനിക്ക് ആ കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ നീ ആശ്രമത്തിലോട്ട് വാടിയെന്നൊക്കെ അയാൾ മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നിയിട്ട് കുഞ്ഞിന് കൊടുക്കാൻ വന്ന സാധനം നിങ്ങൾ തന്നില്ലല്ലോ, എന്തേ തരാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് ഞാൻ മറന്നു, എന്നാൽ ഇവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള ഇതിലൊക്കെ ബാഗ് അയാൾ തപ്പുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി താഴെ വീഴുന്നുണ്ട്. ആ കുപ്പിയിൽ കൃത്യമായി അത് എഴുതിയിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, ഇത് ഒരിക്കലും മനുഷ്യ ശരീരങ്ങൾ തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ താൻ ഇതിനാണല്ലേ വന്നേന്നുള്ള രീതിയിലൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ മഹാലക്ഷ്മിക്കാണെങ്കിൽ ആ ഒരു ചിന്ത ഉള്ളതുപോലെ തന്നെ മഹാലക്ഷ്മി വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വന്ന രാക്ഷസനാണ് ആ സ്വാമിജി എന്നുള്ള കാര്യം മഹാലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട്. അറിഞ്ഞുടൻ തന്നെ കാരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും തന്നെ മേലാൽ ഇവിടെ കണ്ടാൽ പോലീസിലേൽപ്പിക്കുമെന്നും സ്വാമിജി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ അയാൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചോടുന്നുണ്ട്. തിരിച്ചോടിയ ആ നാണയത്തിൽ തന്നെ താൻ എങ്ങനെയാണോ ആ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ നോക്കിയത്, അതേ നാണയത്തിൽ തന്നെ ദൈവം അയാൾക്ക് മറ്റൊരു ശിക്ഷ വിധിക്കുന്നുണ്ട്. ആ ശിക്ഷ കണ്ടു കാണാതെ ആവുന്ന ഒരു ശിക്ഷ തന്നെയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.